എൻ്റെ വീട്ടിൽ സ്വർണം കാണാതെയായിരുന്നു, എൻ്റെ അനീതിയുടെ സ്വർണം. എവിടെ പോയിന്ന് ആർക്കും ഒരു പിടിയില്ല, എങ്ങനെ പോയിന്ന് പിടിയില്ല. ഞാൻ എന്നിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊരു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, മതിലിൻ്റെ സൈഡിൽ, അത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്, ആ മതിലിൻ്റെ അപ്പുറത്തൊരു പറമ്പാണ്, അവിടെ പോയി നോക്കുക എന്നിങ്ങനെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ വീടിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ സ്വർണ്ണമാണ്, അവൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്, വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നതാണ്. എൻ്റെ കയ്യിൽ നിന്നായിട്ട് നഷ്ടപ്പെട്ടു പോയ സ്വർണം തന്നെയായിരുന്നു. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് അത് മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയായിരുന്നു, നീ അവിടെ പോയി നോക്കുക എന്ന്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് മാതാവും ഈശോയും വഴി കിട്ടിക്കുന്ന സാക്ഷ്യങ്ങൾ. ഈശോയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാവാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. അത് ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു വലിയൊരാഗ്രഹം. മുമ്പോട്ടുമുള്ള ജീവിതവും ഉടമ്പടി പ്രകാരം വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ മുന്നോട്ട് എൻ്റെ മരണം വരെ ഞാൻ ജീവിക്കുമെന്നും ഞാൻ ഈശോയ്ക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാനിവിടെ സമർപ്പിക്കുന്നു.